ഹായ് ഫ്രണ്ട്സ്, റീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ചകൾ ഇടുക്കി ജില്ലയിലെ മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങളിലെ കാഴ്ചകളാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമൻറ്റ് മുഖേന അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. കോതമംഗലത്ത് നിന്ന് മൂന്നാർ പോകുന്ന വഴിയിലുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണിത്. കടുത്ത വേനൽ കാരണം തീരെ വെള്ളമില്ല. എന്നിരുന്നാലും കുറച്ച് യാത്രക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. എറണാകുളം ഭാഗത്തു നിന്ന് മൂന്നാറിന് പോകുന്നത് കോതമംഗലം, അടിമാലി, കല്ലാറ് വഴിയാണ്. എന്നാൽ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും, നല്ല ട്രാഫിക് ജാം ആയിരിക്കും ഈ റൂട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾ അടിമാലിക്ക് മുൻപ് മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് അടിമാലി ടൗൺ ടച്ച് ചെയ്യാതെ മാങ്കുളം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ ചെല്ലുകയാണ് ചെയ്തത്. മൂന്നാർ യാത്രക്കാർ ഈ റൂട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീരെ തിരക്കിൽപ്പെടാതെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ മൂന്നാർ എത്തിപ്പെടാവുന്നതാണ്. മൂന്നാർ നിന്ന് മറയൂർ റൂട്ടാണിത്. നല്ല വീതിയുള്ള നല്ല റോഡാണ്, തീരെ തിരക്കുമില്ല. മൂന്നാർ ടൗണിൽ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും മൂന്നാർ വിട്ടതിന് ശേഷം തീരെ തിരക്കില്ല. മറയൂർ വരെ ഏകദേശം 40 കിലോമീറ്ററുണ്ട്. കയറ്റവും ഇറക്കവും വളവുകളും ആയി തേയിലത്തോട്ടത്തിൽ നടുവിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. മെയ് 7 മുതൽ 12 വരെ കാന്തല്ലൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ യാത്ര അതിനു മുമ്പ് നടത്തിയതാണ്. കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധതരം പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൂടാതെ മറയൂർ ശർക്കര, കരിമ്പ് തുടങ്ങിയ പ്രൊഡക്റ്റുകളുടെയും പ്രദർശനവും വിൽപ്പനയും കൂടാതെ വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകളും അഡ്വഞ്ചർ ഗെയിമുകളും കാന്തല്ലൂർ ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. മൂന്നാർ ഏതാനും തേയില ഫാക്ടറികളുണ്ട്. മൂന്നാർ മറയൂർ റൂട്ടിലുള്ള വാഗുവരൈ ടീ ഫാക്ടറിയാണ് ഈ ഇടത് സൈഡിൽ കാണുന്നത്. മറയൂർ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ വാഗമരങ്ങൾ, വിവിധ കളറുകളിലായി വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്ന അതിമനോഹര ദൃശ്യങ്ങൾ കാണാം. ഞങ്ങളിപ്പോൾ മറയൂർ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് മറയൂരിലെ ചന്ദനക്കാടുകളുടെ ഭാഗങ്ങളാണ്. റോഡ് സൈഡിൽ ഫെൻസിങ് സ്ഥാപിച്ചിരിക്കുന്നതും കാണാം. ഈ ഭാഗത്ത് വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയോ കാട്ടിൽ പ്രവേശിക്കുകയോ ചെയ്യരുത് എന്ന് ഇവിടെ പല ഭാഗങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെ നിരവധി ചന്ദനമരങ്ങൾ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ കാട്ടുപോത്തടക്കം വിവിധ മൃഗങ്ങളെ കാണുന്നതിനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അതാ അവിടെ ഒരു സ്പോട്ടഡ് ഡിയർ, അതായത് പുള്ളിമാൻ നിൽക്കുന്നത് കാണാം.
ഈ നിൽക്കുന്നതാണ് ചന്ദനമരം. ക്യാമറയിൽ അത്ര ക്ലിയർ ആകുമോ എന്നറിയില്ല. ഏകദേശം നല്ല വലിപ്പത്തിലുള്ള ഒരു മരമാണ് ഇത്. മറയൂരിൽ നിന്ന് കാന്തല്ലൂർ പോകുന്ന റൂട്ടാണിത്. ഈ വേനൽക്കാലത്തും നല്ല പച്ചപ്പുള്ള കൃഷിഭൂമികൾ കാണാം. കരിമ്പ് കൃഷിയാണ് ഇവിടെ പ്രധാനമായിട്ടും. കരിമ്പ് തോട്ടമാണ് ഈ കാണുന്നത്. കോവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവേശന കവാടം. കേരളത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് കാന്തല്ലൂർ. ആപ്പിൾ കൂടാതെ വിവിധതരം ഫ്രൂട്ട്സുകളുടെ വിപുലമായ കൃഷി ഈ ഭാഗങ്ങളിൽ ഉണ്ട്. മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങളിലെ ഒരു പ്രധാന വ്യവസായമാണ് മറയൂർ ശർക്കര നിർമ്മാണം. ഇവിടെ നിരവധി ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ശർക്കരയും പഞ്ചസാരയും എല്ലാം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കരിമ്പാണെന്നറിയാമല്ലോ. കരിമ്പ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഈ മെഷീനിൽ വെച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നു. നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന കരിമ്പ് ജ്യൂസ് അടിക്കുന്ന അതേ മെഷീനാണ്. ഡീസൽ മോട്ടറാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന നീര് ഈ പാത്രത്തിലിട്ട് 4-5 മണിക്കൂർ നേരം നല്ല ചൂടിൽ തിളപ്പിച്ചെടുക്കുന്നു. കരിമ്പ് വൃത്തിയാക്കുമ്പോൾ എടുക്കുന്ന അതിൻ്റെ തൊലിയും അതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള വേസ്റ്റുമാണ് പ്രധാനമായിട്ടും വിറകായിട്ട് ഉപയോഗിക്കുന്നത്. 4-5 മണിക്കൂർ തിളപ്പിച്ചതിന് ശേഷം ഈ ഭാഗത്തേക്ക് ഒഴിച്ച് കൈകൊണ്ടാണ് ശർക്കര നിർമ്മിക്കുന്നത്. ഈ യൂണിറ്റ് കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ മിക്കവാറും പേർ ഇവിടെ നിന്ന് ശർക്കരയും മറ്റ് ശർക്കര ഉൽപ്പന്നങ്ങളും വാങ്ങിക്കൊണ്ടു പോകുന്നത് കാണാം. ശർക്കര പൊടി, ശർക്കര പാനി എന്നിവയും ഇവിടുന്ന് വിൽപ്പനയ്ക്കുണ്ട്. ഇത് ഇവിടെയുള്ള ഒരു കൃഷിത്തോട്ടമാണ്. കൃഷിത്തോട്ടത്തിന് സമീപം ഒരു ട്രീ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് കാണാം. എന്നാൽ അതിലേക്ക് പ്രവേശനമില്ല, നിലവിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊരു സ്ട്രോബെറി ഫാം ആണ്. എൻട്രി ഫീ ഇല്ല, ഫ്രീ ആണ് സന്ദർശനം എന്നെഴുതി വച്ചിട്ടുണ്ട്. സ്ട്രോബെറി തൈ കാണാം. നിലവിൽ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് തീരെ കുറവാണ്. വലിയൊരു പച്ചക്കറി തോട്ടമാണ് ഈ കാണുന്നത്. ബീൻസ്, ബട്ടർ ബീൻസ്, തക്കാളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി എന്നിവയാണ് പ്രധാനമായും ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്നത്. ഇതൊരു ബീൻസിൻ്റെ കൃഷിത്തോട്ടമാണ്. കുറേയൊക്കെ ബീൻസ് ഉണ്ടായി കിടക്കുന്നതും കാണാം. വലിയ ചൂടായതുകൊണ്ട് വിളവ് കുറവാണ് എന്നാണ് ഇവർ പറയുന്നത്.
ഇതൊരു ആപ്പിൾ മരത്തോട്ടമാണ്. ചില ചെടികളിൽ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നതും കാണാം. ഇതൊരു മാതള നാരങ്ങയുടെ തോട്ടമാണ്. ചില ചെടികളിൽ മാതള നാരങ്ങ ഉണ്ടായി നിൽക്കുന്നതും കാണാം. പന്തല്ലൂർ മറയൂർ കാഴ്ചകളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തേക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.